ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജോവിയൽ ട്രാവലർ. കാശ്മീരിൽ വിനോദയാത്രയ്ക്ക് പോകുന്ന ഏതൊരു വിനോദസഞ്ചാരിയുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് കാശ്മീരിലെ മഞ്ഞ് ആസ്വദിക്കലും, മഞ്ഞിൽ കുളിക്കലും, മഞ്ഞിൽ കളിക്കലും, മഞ്ഞ് വീഴ്ച കാണലും. ഇന്ന് ഞങ്ങൾ മഞ്ഞ് വീഴ്ച കാണാനും മഞ്ഞ് ആസ്വദിക്കാനും പോകുന്നത് ശ്രീനഗറിലെ ഏറ്റവും പ്രശസ്തമായ ടൂറിസ്റ്റ് സ്പോട്ടായ സോനാമാർഗിലേക്കാണ്. ശ്രീനഗർ സിറ്റിയിൽ നിന്നും ഏകദേശം 85 കിലോമീറ്റർ അകലെയാണ് സോനാമാർഗ്. പോകുന്ന വഴിക്ക് ഒരുപാട് കടുക് പാടങ്ങളും ആപ്പിൾ തോട്ടങ്ങളും ഒക്കെയുണ്ട്. ഇതൊക്കെ എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് സോനാമാർഗിലേക്ക് പോകാം. ശ്രീനഗറിൽ നിന്ന് ലഡാക്കിലും കാർഗിലും പോകുന്ന വഴിക്കാണ് സോനാമാർഗ് സ്ഥിതി ചെയ്യുന്നത്. ലഡാക്കിൻ്റെ തലസ്ഥാനമായിരുന്നു ലേ നഗരം. സോനാമാർഗിൽ പോകാൻ ഇപ്പോൾ ഏകദേശം 6.5 കിലോമീറ്റർ നീളത്തിലുള്ള ഒരു ടണൽ പണിതിട്ടുണ്ട്. അതുകൊണ്ട് ഏത് കാലാവസ്ഥയിലും സോനാമാർഗിലേക്കുള്ള യാത്ര ഇപ്പോൾ സാധ്യമാണ്. ഈ ടണൽ കഴിഞ്ഞാൽ ഏകദേശം 3 കിലോമീറ്ററാണ് സോനാമാർഗ് ടൗണിലേക്കുള്ള ദൂരം. ടൗൺ വരെ മാത്രമേ വലിയ വാഹനങ്ങൾ പോവുകയുള്ളൂ. അതിനുശേഷം നമ്മൾ ലോക്കൽ ടാക്സിയോ ലോക്കൽ വാഹനങ്ങൾ പിടിച്ചു വേണം മഞ്ഞ് വീഴുന്ന താഴ്വരകളിലേക്ക് പോകാൻ. വലിയ പൈസയാണ് അവർ ചാർജ് ചെയ്യുക. ഒരാൾക്ക് 500 രൂപ വെച്ച് ഒരു വാഹനത്തിന് 4000 രൂപ വരെ ഈ കുറഞ്ഞ ദൂരത്തിന് അവർ ചാർജ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കാശ്മീരിലെ മിക്കവാറും എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെയും സ്ഥിതി അങ്ങനെ തന്നെയാണ്. ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ അടുത്തുവരെ മാത്രമേ അവർ പുറത്തു നിന്ന് വരുന്ന ടാക്സി ടൂറിസ്റ്റ് വാഹനങ്ങളെ സമ്മതിക്കുകയുള്ളൂ. അതിനുശേഷം നമ്മൾ അവിടുത്തെ ലോക്കൽ വാഹനങ്ങൾ പിടിച്ചു വേണം എൻഡ് പോയിന്റിൽ എത്താൻ. ഈ മഞ്ഞുവീഴ്ചയും അത് ആസ്വദിക്കലുമാണ് കാശ്മീരിലെ ഏറ്റവും വലിയ എൻജോയ്മെൻറ്റ് എന്ന് തന്നെ പറയാം. സോനാമാർഗ് ഇവിടെ നല്ല മഞ്ഞ് വീഴ്ചയാണ്. വളരെ ദുർലഭമായി കിട്ടുന്ന ഒരു സാഹചര്യം എന്നാണ് പറഞ്ഞത്. കാശ്മീരിൽ വന്നാൽ ഏറ്റവും അധികം എൻജോയ് ചെയ്യാനുള്ളത് ഈ മഞ്ഞു വീഴ്ചയും തന്നെയാണ്. സൗത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന നമ്മൾക്കിത് ചിന്തിക്കാൻ പോലും പറ്റില്ല. മാത്രമല്ല, ലോകത്തിൽ എവിടെ പോയാലും ഇങ്ങനെ മഞ്ഞു വീഴ്ചയും മഞ്ഞും നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിനാൽ നിങ്ങൾ വരുമ്പോൾ ഈ സീസണിൽ വരാൻ ശ്രമിക്കുക. സാധാരണ ഏപ്രിൽ മാസങ്ങളിൽ ഇങ്ങനെ മഞ്ഞുവീഴ്ച ഉണ്ടാകാറില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ഈ വർഷം എന്തോ സ്പെഷ്യലാണ്. സാധാരണ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഇവിടെ മഞ്ഞുവീഴ്ച ഉണ്ടാവാറുള്ളത് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ വർഷം മാർച്ച് ഏപ്രിലിലെ ഈ അസാധാരണമായ മഞ്ഞുവീഴ്ച കുറേ അപകടങ്ങൾക്കും കാരണമായി എന്ന് അറിയാൻ കഴിഞ്ഞു. വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു എൻജോയ്മെന്റ് തന്നെയാണ് ഇത്. ടൂറിസ്റ്റുകൾ വന്ന വാഹനങ്ങളൊക്കെ മുഴുവനായും മഞ്ഞു വീണ് മൂടാൻ തുടങ്ങി. ഞങ്ങൾ തിരിച്ചു യാത്രയായി.
വീഡിയോ കണ്ട ഓരോരുത്തർക്കും ഒരുപാട് നന്ദി. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.